ഹലോ ഹായ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ PC ജോർജ് സാറിനുള്ള ഒരു മറുപടിയാണ്. നല്ല ഒന്നാന്തരം അച്ചായൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തൊടുപുഴക്കാരൻ അച്ചായത്തി എന്ന നിലയിൽ സാറിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു. എന്റെ മറുപടി സാറേ, 24ാമത്തെ വയസ്സിൽ സാറ് പറഞ്ഞല്ലോ ലവ് ജിഹാദിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നമ്മുടെ പെൺപിള്ളേരെ നേരത്തെ കെട്ടിച്ചു വിടണമെന്ന്. സാറേ, കാലം 2025 കല്യാണമല്ല ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് തിരിച്ചറിയാൻ വിവരവും പക്വതയുമല്ല പെൺകുട്ടികൾ ജീവിക്കുന്ന നാടാണ് കേരളം. സ്വന്തമായി അധ്വാനിച്ച്, അതായത് നന്നായിട്ട് പഠിച്ച് എക്സാം എല്ലാം പാസ്സായി, ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി ജോലിക്ക് കയറി ശമ്പളം കിട്ടിയ അപ്പൊ തുടങ്ങും നാട്ടുകാരുടെ ചോദ്യം, കെട്ടിച്ചു വിടുന്നില്ലേ, കല്യാണമായില്ലേ? എന്തിനാ? ഈ കിട്ടിയ ശമ്പളമുള്ള പെൺകൊച്ചിനെ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി അവരുടെ വീട്ടിലെ പണി ചെയ്യാനും, ആരോ വളർത്തി വഷളാക്കിയ ഒരു ചെറുക്കന്റെ തുണി കഴുകാനും, അവരുടെ വീട് തുടച്ചിടാനും, പിന്നെ അയാൾ പറയുന്ന എല്ലാം ചെയ്യാനുമുള്ള ഒരു അടിമയായിട്ട് സ്വയം വിൽക്കാൻ തയ്യാറല്ലാത്ത പെൺകുട്ടികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. സാറ് ലവ് ജിഹാദിന്റെ കണക്ക് പറഞ്ഞല്ലോ. ക്രിസ്ത്യാനി കുടുംബത്തിൽ ലവ് ജിഹാദിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന അമ്മായിപ്പന്റെയും അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ കണക്ക് സാറിന് അറിയാമോ? സാറിന്റെ വീട്ടിന് ഒരുപാട് ദൂരമില്ല ഇപ്പൊ റീസെന്റ് ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ജീവിക്കുന്ന വീട്ടിലേക്ക്, അഥവാ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് സാർ അവിടെ പോയിരുന്നോ? അവരുടെ ആത്മഹത്യയുടെ കാരണം സാർ അന്വേഷിച്ചിരുന്നോ? സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാന്തരം നസ്രാണി കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടത്, അതും പള്ളിയച്ഛനുള്ള കുടുംബത്തിലേക്ക്. അപ്പൊ വാല്യൂ കുറച്ചുകൂടെ കൂടുവേ. എന്നിട്ട് എന്തു പറ്റി സാറേ? ഒരു റെയിൽവേ ട്രാക്കിലെ അമ്മയും മക്കളും ചിന്നിച്ചെതറി. കണ്ടില്ലല്ലോ PC ജോർജ് സാറിനെ ആ നാട്ടിലേക്കെങ്ങും. അതിനു മുന്നേ ഒരു ജോലി എടുക്കാൻ സാറിനെ കണ്ടില്ലല്ലോ. അപ്പോ നമ്മൾ നാട്ടിലെ ലവ് ജിഹാദിന് പരിഹാരം, ലവ് ജിഹാദ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിന് പരിഹാരമായിട്ട് പെൺപിള്ളേരെ കെട്ടിച്ചു വിടണം എന്നുള്ള പടുവിഡ്ഢിതരങ്ങൾ സമൂഹത്തിന് മുന്നിൽ എഴുന്നള്ളിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക, എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന്. സാർ അറിഞ്ഞായിരുന്നോ കേരളത്തിൽ നിന്നും റീസെന്റ് പിടിച്ചെടുത്ത MDMA കണക്കുകൾ? സാർ അറിഞ്ഞായിരുന്നോ സ്വന്തം അമ്മേനെ സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന്? ഡ്രഗ് അടിച്ച് അമ്മയേതാ പെങ്ങളേതാ അപ്പനേതാ തിരിച്ചറിയാൻ പറ്റാതെ വഴി തെറ്റുന്ന ഒരു തലമുറ ഇവിടെ ജീവിച്ചു വരുന്നുണ്ടെന്ന് സാർ അറിഞ്ഞായിരുന്നോ?